ഗുജറാത്തിൽ വാഹനാപകടത്തിൽ മലയാളി ട്രക്ക് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. തൃശൂർ സ്വദേശി വിൽസണാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ട്രക്ക് ഉടമ ഹർഷ് കുമാർ ചികിത്സയിലാണ്. നിർത്തിയിട്ട വാഹനത്തിന്റെ പഞ്ചറായ ടയർ മാറ്റുന്നതിനിടെ മറ്റൊരു ട്രക്ക് വന്നിടിച്ചാണ് അപകടമുണ്ടായത്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീനാഥ്, ദാരുണമായ സംഭവം, ദൗർഭാഗ്യകരമായ സംഭവം കൂടിയാണ്. എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? ചികിത്സയിലുള്ള വാഹന ഉടമയുടെ ആരോഗ്യനില എങ്ങനെ? ഇന്നിപ്പോ പുലർച്ചെയാണ് ഈ വാഹനാപകടം ഉണ്ടാവുന്നത്. കേരളത്തിൽ നിന്ന് ചരക്കുമായി ഗുജറാത്തിലെ വഡോദരയിലേക്ക് വന്നതായിരുന്നു. പുലർച്ചെ വാഹനത്തിന്റെ ടയർ, ഇവർ സഞ്ചരിച്ച ട്രക്കിന്റെ ടയർ പഞ്ചറായി. പിന്നീട് റോഡരികിൽ നിർത്തി ടയർ മാറ്റുന്നതിനിടെയാണ് മറ്റൊരു ട്രക്ക് ഇവർക്ക് നേരെ വരികയും ഇവരെ ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്തത്. വിൽസൺ 49 വയസ്സാണ്. അദ്ദേഹം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നു. ഒപ്പം ഉണ്ടായിരുന്നത് ഹർഷ് കുമാർ എന്ന 40-കാരനാണ്. ഈ വാഹനത്തിന്റെ ഉടമ ഈ ഹർഷ് കുമാറാണ്. അദ്ദേഹം ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു. ഇപ്പോൾ സൂറത്തിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ കാൽ അറ്റുപോയിട്ടുണ്ട്. എന്നാലും അപകട നില തരണം ചെയ്തു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിൽസന്റെ മൃതദേഹം ഇപ്പോൾ നവസാരിയിലെ സിവിൽ ആശുപത്രി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ദാരുണമായ ഒരു അപകടം. ഇന്നിപ്പോൾ പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടായത്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഗുജറാത്തിൽ വാഹനാപകടത്തിലാണ് മലയാളി മരിച്ചത്. ഒപ്പം ഉണ്ടായിരുന്ന ഈ ട്രക്ക് ഡ്രൈവർക്കൊപ്പം ഉണ്ടായിരുന്ന ട്രക്കിന്റെ ഉടമ പരിക്കേറ്റ് ചികിത്സയിലുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.